ആരോഗ്യ സംരക്ഷണത്തിനുവേണ്ടി കർക്കിടക മാസത്തിൽ സേവിക്കുന്ന ഒരു ആയുർവേദ ഔഷധക്കൂട്ടാണ് കർക്കിടകക്കഞ്ഞി. ആയുർവേദ ചികിത്സയുടെ പ്രധാന വിഭാഗമാണ്. കർക്കിടക മാസം മനുഷ്യശരീരത്തിന്റെ ആരോഗ്യക്ഷമതയ്ക്കും പ്രതിരോധശേഷിക്കും കാര്യമായ കുറവുണ്ടാകുമെന്നാണ് ആയുർവേദമതം. കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റം മൂലം നമ്മുടെ ദഹനശേഷി വളരെ കുറവായിരിക്കും. ആയുർവേദത്തിൽ മന്ദാഗ്നി, വിഷമാഗ്നി എന്നിങ്ങനെ വിവരിച്ചിട്ടുള്ള ഈ അവസ്ഥയിൽ മനുഷ്യശരീരം പല രോഗങ്ങൾക്കും കീഴടങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. പ്രായം കൂടുന്തോറും ഈ വിഷമതകളുടെ ശല്യം സഹിക്കവയ്യാതാകും. ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പരിഹാരമാർഗമായാണ് ആയുർവേദാചാര്യന്മാർ കർക്കിടകക്കഞ്ഞി നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിരാവിലെ ഒഴിഞ്ഞ വയറ്റിലോ രാത്രി അത്താഴമായോ കർക്കിടകക്കഞ്ഞി സേവിക്കാവുന്നതാണ്. സാധ്യമെങ്കിൽ 2 നേരവും കഴിക്കാം. ചുരുങ്ങിയത് 7 ദിവസമെങ്കിലും തുടർച്ചയായി കഴിക്കണം. 7 ദിവസങ്ങളുടെ ക്രമത്തിൽ 28 ദിവസം വരെ ഇത് തുടരാവുന്നതാണ്. മഴയും തണുപ്പുമുള്ള കർക്കിടകത്തിൽ ഔഷധക്കഞ്ഞി എന്നത് മലയാളികളുടെ ആരോഗ്യ രഹസ്യമാണ്. പച്ചമരുന്നുകളുടെ നീരു ചേർത്ത് തയ്യാറാക്കാവുന്ന മരുന്നുകഞ്ഞി റെഡിയാക്കുന്നതെങ്ങനെയെന്ന് നോക്കാം. 6 ഇരട്ടി പച്ചമരുന്നു നീരിൽ ഞവര അരിയിട്ട് ഇതിലേക്ക് ആശാളി, ജീരകം, ഉലുവ എന്നിവയും ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ചെറുതീയിൽ വേവിക്കുക. പകുതി വേകുമ്പോൾ അരച്ച കാക്കവട്ട് ചേർത്ത് വീണ്ടും വേവിക്കുക. അരി വെന്തുകഴിഞ്ഞാൽ അതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത ശേഷം തീയണയ്ക്കാം. 1/2 സ്പൂൺ പശുവിൻ നെയ്യിൽ ഒരു നുള്ള ആശാളി, ഉലുവ, ജീരകം എന്നിവ വറുത്തെടുത്ത് ചേർക്കുക. തേങ്ങാപ്പാലും നെയ്യും ഒഴിവാക്കിയും കഞ്ഞി തയ്യാറാക്കാം. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യൂ. കൂടുതൽ ഇത്തരത്തിലുള്ള ആരോഗ്യ ടിപ്പുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്.